എത്ര വൃത്തികെട്ട സ്ഥലത്ത് നീ ഞങ്ങളെ കൊണ്ടുപോയിരുത്തി എന്റെ പെങ്ങളെ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. ആ മലക്ക് വന്ന് നിന്നോട് പറയും പെണ്ണേ. കബീർ വാക്കവിയും നൗഷാദ് വാക്കവിയൊക്കെ വന്നപ്പോ മസയിട്ട് തലമറച്ചു പോയി പ്രസംഗം കേട്ടിട്ട് കൊപ്പം ഫെസ്റ്റ് നടന്നപ്പോ ആ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് കാമുകനോടൊപ്പം പോയില്ലേ എന്നാ മലക്ക് ചോദിക്കാറ് നിന്റെ കിതാബ് മടക്കൂല്ല. വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് 35 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ കാമുകന്റെ കൂട്ടുകാരന്റെ തന്റെ പൊന്നുമോന്റെ കൂട്ടുകാരൻ 17 വയസ്സുള്ള ആ കൂട്ടുകാരനെ കാമുകനായി തിരഞ്ഞെടുത്തിട്ട് ഒളിച്ചോടിയില്ലേ. 35 വയസ്സുള്ള പെണ്ണല്ലേ, എന്ത് കുറവാ പൊന്നുമോളെ ആ പെണ്ണിനുണ്ടായിരുന്നത്. ഭർത്താവ് കൊടുത്തത് കൂടിപ്പോയി, സ്നേഹം കൂടിപ്പോയി. ചോദിച്ചൊരൊക്കെ ദുബായിയുടെ രാജ്യത്തിനും അയച്ചു കൊടുത്തപ്പോ എന്റെ പെണ്ണ് മനസ്സിന്റെ അകത്ത് വികാരം കരുതുള്ളിയപ്പോ 17കാരനായ ഗ്ലാമറുള്ള ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിദേശ രാജ്യത്ത് കിടന്ന് പൊരിഞ്ഞുകൊണ്ട് ജോലിയെടുക്കുന്ന ഭർത്താവിനോട് നന്ദികേട് കാണിച്ച പെങ്ങളെ കറുകപ്പത്തൂരിലെ സഹോദരിമാരെ കുറ്റപ്പെടുത്തിയതല്ല, ബേജാറിലാക്കിയതല്ല, വേദനയിലാക്കിയതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പെങ്ങന്മാരോട് പറയുകയാ, എന്റെ പെങ്ങളെ അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കണേ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജീ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ വാദി വദ്ഖുലി ജന്നതി. അള്ളാന്റെ ലോകത്തിരുന്ന മാലാഖമാര് പറഞ്ഞിറങ്ങിയിട്ട് നിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ അവര് കടന്നു വരട്ടെ, പടച്ചോന്റെ പൊരുത്തത്തിലേക്ക് വാ പെണ്ണ് എന്ന് പറഞ്ഞ അള്ളാന്റെ മാലാഖമാര് നിന്നെ മാടി വിളിക്കട്ടെ പെങ്ങള്. അതൊരു സൗഭാഗ്യമല്ലേ, അതൊരു സന്തോഷമല്ലേ പൊന്നുമോള്. ആ രീതിയിൽ മരിക്കണമെങ്കിൽ ഏറ്റവും നല്ല യോഗ്യതകൾ ഉണ്ടാക്കുക. ഒരു മനുഷ്യൻ നേരിടുന്ന മൂന്നാമത്തെ ഭയമെന്താ? അത് ലോകത്തിലൊന്ന് വിട പറയുമ്പോ റൂഹ് നിന്റെ ശരീരത്തിലൊന്ന് വലിച്ചൂരിയെടുക്കുമ്പോ അസ്രായേൽ വന്ന് റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോഴുള്ള വേദനയാണ്. അല്ലാഹുവേ, അതൊരു1000 പ്രസവത്തിന്റെ വേദനയാ പൊന്നുമോള്, അതൊരു1000 പ്രസവത്തിന്റെ വേദനയാ ചെറുപ്പക്കാരാ. അത് നിസാരമായി തള്ളിക്കളയാനുള്ള ഒന്നല്ല. ലൗഅന്ന ഖത്റത്തും മിൻ അലമിൽ മൗതി, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മരണവേദനയുടെ ഒരു തുള്ളി എന്നാണ് ദുനിയാവിന്റെ പർവ്വത